ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പുളിയറക്കോണം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ്. ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാറിയാണ് 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ. നമുക്ക് പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് വിളപ്പിശാല പോകുന്ന വഴിയിലേക്ക് തിരിയുമ്പോൾ തന്നെ വലത്തേക്ക് മൈത്രി നഗർന്ന് കാണാൻ പറ്റും. മൈത്രി നഗറിനകത്തേക്ക് 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇതേ കാണുന്നത് പുളിയറക്കോണം ജംഗ്ഷനാണ് കേട്ടോ. അവിടെ കാണുന്നത് പുളിയറക്കോണം ജംഗ്ഷനാണ്, അതായത് നമ്മുടെ വട്ടിയൂർക്കാവുന്ന നെടുമങ്ങാട് നിന്നൊക്കെ വന്ന് കയറാൻ പറ്റുന്ന ആ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇനി നമുക്ക് വിളപ്പിശാല, അങ്ങനെ പേയാട് പോകാൻ സാധിക്കും. ഈ റോഡ് പോയി കഴിഞ്ഞാൽ വിളപ്പിശാല ചെന്ന് കയറാം, അവിടെ നിന്ന് പേയാട് പോകാം. നമുക്കിതാ പുളിയറക്കോണം ജംഗ്ഷന് സമീപത്തായിട്ട് മോർ സൂപ്പർ മാർക്കറ്റിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മൈത്രി നഗർ എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ബോർഡ് കാണാം. ഇവിടെ നിന്ന് അകത്തേക്ക് 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്, ചുറ്റും വീടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. നമുക്ക് ഈ ഗേറ്റ് വന്നിട്ട് ഇതുപോലെ നീക്ക് ഗേറ്റാണ്, അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടി അകത്തേക്ക് കയറ്റിയിടാൻ സാധിക്കും. ഈ രീതിയിൽ നല്ല കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. വീടിന് ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഈ രീതിയിൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തെ കട്ടളയും വാതിലും എല്ലാം വരുന്നത് തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് പ്ലേസ് ചെയ്യാം. ആ രീതിയിലുള്ള വർക്കുകൾ ഈ ഒരു ചുമരിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നല്ല ഒതുക്കത്തിൽ, അതായത് പുറത്തേക്കൊരു ഇടഞ്ഞിലൊന്നും വരാത്ത രീതിയിൽ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. നമുക്കിപ്പോൾ ക്ലോസറ്റ് ആയാലും ഇതുപോലുള്ള വാഷ് ബേസിനായാലും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയും ലിവിങ് സ്പേസും തമ്മിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട്. നമുക്കിതാ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാൻ സാധിക്കും. സ്ലാബെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കുള്ള സ്പേസ് നമുക്കിനി കിച്ചണിൻ്റെ വർക്കുകൾ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മേളിൽ സ്ലാബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് സ്പേഷ്യസ് ആണ്. അതായത് ഒന്ന് റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെ തുണി നനയ്ക്കാനുള്ളൊരു കല്ലൊക്കെ ഈ ഒരു അരികത്തായിട്ട് തന്നെ ആ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് വരുന്നത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മേളത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസാണ് കേട്ടോ. ഈ രീതിയിലാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇതെല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് കേട്ടോ. അതായത് എസ്കോ എന്ന് പറയുന്നത് ജാഗ്വാറിൻ്റെ സബ് ബ്രാൻഡാണ്. അങ്ങനെയുള്ള ക്ലോസറ്റ്, വാഷ് ബേസിനെല്ലാം നമ്മുടെ ഈ ഒരു സാനിറ്ററി ഫിറ്റിങ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണുള്ളത്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ കീപ്പ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു 2 ഗ്ലാസ്സിൽ 2 റാക്ക് കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഈസി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സ്റ്റേഴ്സ് വന്നിട്ട് ഗ്ലാസ്സിലും GA പൈപ്പിലുമാണ് നമുക്ക് ഈ ഒരു റെയിലിങ്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം ഗ്രിപ്പുള്ള, അതായത് നമ്മൾ സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള ടൈൽസാണ് നമ്മുടെ ഈ സ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം, 1, 2 അങ്ങനെ 2 ബെഡ്റൂം, പിന്നെ ഒരു ഓപ്പൺ ടെറസ്, ബാൽക്കണി. ഇത്രയാണ് നമ്മുടെ മേളത്തെ സ്പേസിൽ വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമ്മൾ താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ സെയിം ഒരു ലേഔട്ടാണ് കേട്ടോ. അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിലൊരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിലൊരു പ്രോപ്പർ സെപ്പറേഷൻ ഉണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്ക് സാനിറ്ററി വേസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ. ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ്. നമ്മുടെ മുന്നേ കാണിച്ച റൂമുകളിലുള്ളതുപോലെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ റൂമുകളിൽ കബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അടിയിലായിട്ട് കബോർഡ് ചെയ്യാം. ഇതിൻ്റെ മേളിലേക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസുകൾ ചെയ്തെടുക്കാവുന്നതാണ്. ആ രീതിയിൽ എല്ലാ റൂമുകളിലും നമുക്ക് കബോർഡിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്.
ഇത് നമ്മുടെ ബിൻവെസ്റ്റ് ഓപ്പൺ ടെറസ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഒന്ന് റൂഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നനയാണ്ട് സേഫായിട്ട് ഇവിടെ വെക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി ഈ രീതിയിൽ GAയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. ബാൽക്കണി സ്പേസിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫീലാണ്. നല്ല സ്പേസ് കിട്ടും. ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൊരു വിഷ്വൽ, നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വിഷ്വൽ ഇതാണേ. ചുറ്റോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീടുകളാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ശരിക്കും മെയിൻ റോഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു രണ്ടാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. പക്ഷേ നമ്മളിതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചുറ്റി നടന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വരുമ്പോഴത്തേക്കും ഏകദേശം 100 മീറ്ററോളം നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ പുളിയറക്കോണം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ. അതായത് എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ തന്നെ എല്ലാ സാധനങ്ങളിലേക്കും നമുക്ക് ആക്സസ് കിട്ടും. ഇപ്പോൾ ഷോപ്സ് ആയാലും ബാങ്ക് ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട്. അതുപോലെ നമുക്കൊരു അലുമിനിയം ലിമിറ്റഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് കാവിൻപുറത്തൊരു സ്ഥാപനമുണ്ട്. ഗവൺമെൻറ് സ്ഥാപനമാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരിയധികം പേര് നമുക്ക് ഈ ചുറ്റുവട്ടത്തായിട്ടൊക്കെ വീടുകളൊക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ്. കാരണം നമുക്ക് അലിൻഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പെൻബോൾ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ബാങ്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 550 മീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ സ്കൂൾസ്, അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ട് ജംഗ്ഷനിൽ തന്നെ കിട്ടും. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ്റെ ഹൈലൈറ്റ് പറയാൻ പറ്റുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 57 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.